Exercise 9.1, question number 7. The floor of a building consists of 3000 tiles which are rhombus shaped and each of its diagonals are 45 cm and 30 cm in length. Find the total cost of polishing the floor if the cost per meter square is 4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുവാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓരോ സെക്ഷനും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി കണ്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൽ 3000 ടൈൽസ് ഉണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൽ 3000 ടൈൽസ് ഉണ്ട്. അതിൽ ഓരോ ടൈലും എന്ത് ഷേപ്പാണ്? റോംബസിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. ഓരോ ടൈലിൻ്റെയും ഷേപ്പ് എന്ന് പറയുന്നത് റോംബസ് ആണ്. ആ റോംബസ് ഷേപ്പുള്ള ടൈലിൻ്റെ ഡയഗണൽസ് തന്നിട്ടുണ്ട്. ഇവിടെ 45 സെൻറ്റിമീറ്റർ ആണ്, 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലോർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ റോംബസ് ഷേപ്പ്ഡായിട്ടുള്ള ടൈലുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ ടൈലുകളുണ്ട്. ഇതിനകത്ത് ഒരു ടൈലിൻ്റെ ഇതാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു ടൈലിൻ്റെ ഡയഗണൽസ് D1ഉം D2 ആണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആണ്. ഒരെണ്ണം 30 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയുള്ള 3000 ടൈൽസ് കൊണ്ടാണ് ആ ഫ്ലോറ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത്രയും മനസ്സിലായല്ലോ? അങ്ങനെ ഇതുപോലത്തെ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള, അതായത് റോംബസ് ഷേപ്പിലുള്ള ഇതുപോലെ 3000, ഈ ഒരു 45 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ എന്ത് വരുന്നത്? ഡയഗണൽസ് വരുന്നത്. ഇങ്ങനെയുള്ള 3000 റോംബസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ടൈൽസ് കൊണ്ടാണ് ആ ഫ്ലോർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിങ് ദ ഫ്ലോർ, ആ ഫ്ലോർ പോളിഷ് ചെയ്യാനായിട്ടുള്ള ടോട്ടൽ കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീറ്റർ സ്ക്വയറിൽ ഒരു മീറ്റർ സ്ക്വയർ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള പൈസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4 റുപ്പീസാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോർ മൊത്തം പോളിഷ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് എന്ത് വേണം? ഇത് റോംബസ് ഷേപ്പ്ഡ് ടൈലാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം 3000 ടൈലിൻ്റെ ഏരിയ. ഓക്കെ, ആ ഫ്ലോറിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കണം. ആ ഫ്ലോറിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3000 ടൈലിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 3000 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോറിൻ്റെ മൊത്തം ഏരിയ കിട്ടി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്, അപ്പോൾ ഇത്രയും ഏരിയയുടെ കോസ്റ്റ്, അതായത് മീറ്റർ സ്ക്വയർ ആണ്. ഒരു മീറ്റർ സ്ക്വയറിന് എത്രയാണ്? 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അത്രയും ഏരിയയുടെ കോസ്റ്റ് കാണാം. അപ്പോൾ അത് ഇൻറ്റു ആ കോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഞാനൊരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ. നമുക്കിനി ഇത് ഓരോരോ പാർട്ടായിട്ട് ചെയ്ത് പോവാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോംബസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനത്തെ 3000 ടൈൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് യൂസ്ഡ് എത്രയാണ്? 3000. 3000 ടൈൽസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈലിൻ്റെ ഷേപ്പ് എന്താണ്? സിൻസ് ടൈൽ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റോംബസ്, and the diagonals are ഏതൊക്കെയാണ്? D1 45 സെൻറ്റിമീറ്റർ ആൻഡ് D2 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നെടുത്ത് എഴുതിയെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഏരിയ ഓഫ് ദ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് 1 ടൈൽ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റോംബസ് ആണ്. മനസ്സിലായല്ലോ? ഒരു ടൈലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റോംബസ് ഷേപ്പാണ്. അപ്പോൾ ആ ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റോംബസിൻ്റെ ഏരിയ കാണുന്നതിനോട് ഈക്വലാണ്.
നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെ ഷേപ്പുള്ള ടൈലാണുള്ളത്. ഇതിൻ്റെ ഒരു ഡയഗണൽ 45ഉം മറ്റേ ഡയഗണൽ 30ഉമാണ്. അപ്പോൾ ഇതാണ് ഒരു ടൈല്. ഇങ്ങനത്തെ 3000 ടൈലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റോംബസിൻ്റെ ഏരിയ കാണുന്നതിനോട് ഈക്വലാണ്. സോ ഏരിയ ഓഫ് വൺ ടൈല്, ഒരു ടൈലിൻ്റെ ഏരിയ കണ്ട് അതിനെ 3000 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോറിൻ്റെ മൊത്തം ഏരിയ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റോംബസ് ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് പേജിൽ നോക്കാം. ഏരിയ ഓഫ് റോംബസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണല്ലോ. ഹാഫ് ഇൻറ്റു D1ഉം D2 ഇവിടെ തന്നിട്ടുണ്ട്. 45ഉം 30ഉം ആണ്. ഓക്കെ, അപ്പോൾ 45 ഇൻറ്റു 30. ഓക്കെ, ദെൻ 2 ഇവിടെ 30ൽ ക്യാൻസലായി പോയി 15 എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്ത് വരും? 45 ഇൻറ്റു 15 എന്ന് വരും. ഓക്കെ, 45 ഇൻറ്റു 15 എത്രയാണ് വരിക? 2, 4 ഇൻറ്റു 5 20, 22, 1 ഇൻറ്റു 5 5, then 4. ആൻസർ ഈസ് 675. അപ്പോൾ 675 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് രണ്ട് ഡയഗണൽസ് അവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ 675 സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റോംബസ് കിട്ടി. അത് എത്രയാണ്? 675 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് വൺ ടൈലാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് വൺ ടൈൽ എന്ന് പറയുന്നത് 675 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് 3000 ടൈൽ. ഓക്കെ, ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്ലോറിൽ 3000 ടൈൽസ് ഉണ്ട്. ഒരു ടൈലിൻ്റെ ഷേപ്പ് റോംബസ് ഷേപ്പാണ്. സോ ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് 3000 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോറിൻ്റെ മൊത്തം ഏരിയ കിട്ടി. സോ 3000 ഇൻറ്റു ഏരിയ ഓഫ് വൺ ടൈൽ. ഓക്കെ, എത്ര വരും? 3000 ഇൻറ്റു 675. 3000 ഇൻറ്റു 675. അപ്പോൾ ഞാൻ 675നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 15 കിട്ടി. 1 വന്നു. 7 ഇൻറ്റു 3 21, 2, then 6 ഇൻറ്റു 3 18. ഓക്കെ, ദെൻ ആൻസർ 20, 25. ദെൻ ലാസ്റ്റുള്ള 3 0 ആഡ് ചെയ്തു. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ഏരിയ ഓഫ് 3000 ടൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് 3000 ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഏരിയ ഓഫ് 3000 ടൈൽസിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും വരെയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇവിടെ വരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്? 3000 ടൈൽസിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. 3000 ടൈൽസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോറിൻ്റെ ഏരിയ ആണ്. നമുക്ക് എന്ത് വേണം? ആ ഫ്ലോറിൽ പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏരിയ മൊത്തം കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പോളിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ കോസ്റ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയണേ. 1 മീറ്റർ സ്ക്വയറിൽ പോളിഷ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ചിലവ് 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇത് അപ്പോൾ എന്ത് വേണം? നമ്മളിവിടെ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗ വി നീഡ് ടു ഫൈൻഡ് കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇവിടെ കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് പെർ മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, സിൻസ് കോസ്റ്റ് ഈസ് ഗിവൺ പെർ മീറ്റർ സ്ക്വയർ we need to convert the area into meter square. ഓക്കെ, ഏരിയനെ നമുക്ക് എന്ത് വേണം? ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഏരിയനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഏരിയ തന്നിട്ടുള്ളത് ആണല്ലോ. ഇതാണ് ഇവിടുത്തെ ഏരിയ. സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഏരിയ തന്നിട്ടുള്ളത്. ഇതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനെ ഈ ഒരു ഏരിയനെ ഇൻറ്റു 1/100 സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ദെൻ അത്രയും മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/100 ഹോൾ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. തന്നിരിക്കുന്ന ഏരിയ ഇൻ സെൻറ്റിമീറ്ററിനെ 1/100 ഹോൾ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതാ 202500 ഡിവൈഡഡ് ബൈ 1/100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതാണ് വരിക, 10,000 ആണ് വരിക. നമ്മൾ ഈ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു. ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ എന്ത് വന്നു? 2025 ഡിവൈഡഡ് ബൈ 10 എന്ന് വന്നു. ഓക്കെ, 2025 ഡിവൈഡഡ് ബൈ 10 എന്ന് വന്നു. നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 202.5 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 202.5 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? നമുക്ക് ഇവിടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. നമുക്കിവിടെ ഡയഗണൽസിൻ്റെ വാല്യൂ ഒക്കെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർ മീറ്റർ സ്ക്വയറിൻ്റെ കോസ്റ്റാണ്. പെർ മീറ്റർ സ്ക്വയറിൻ്റെ കോസ്റ്റാണ് 4 rupees എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കണ്ടുപിടിച്ച ഏരിയനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ 1/100 ഹോൾ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്തു. അതായത് സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 1/100 ഹോൾ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്തു. മറക്കരുത്, മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 202.5 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 202.5 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയും വരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും വരെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് നമ്മളോടിവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ പോളിഷ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഓഫ് പോളിഷിംഗ് 1 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ₹4 ആണ്. ഓക്കെ, 1 മീറ്റർ സ്ക്വയർ പോളിഷ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ₹4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ഇത്രയും ഏരിയ, അതായത് 202.5 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ₹4 ഇൻറ്റു 202.5 മീറ്റർ സ്ക്വയർ. ഓക്കെ, 202.5 ഇൻറ്റു 4 ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്താ? 202.5 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 4. ഓക്കെ, 10ലും 4ലും കോമൺ ആയിട്ട് ആര് പോവും? 2 പോകും അല്ലേ? ഇവിടെ 2 ടൈംസ്, ഇവിടെ 5 ടൈംസ്. 5 ഈ ഒരു നമ്പറിൽ, അതായത് 2025 ഡിവൈഡ് ചെയ്ത് പോവും. 5 ഇവിടെ 4 ടൈംസ് പോവും. ദെൻ 0, ദെൻ 5. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 405 ഇൻറ്റു 2 എന്നാണ് വരുന്നത്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 405 ആണ് കിട്ടിയത്. 405 ഇൻറ്റു 2. 405 ഇൻറ്റു 2 എത്രയാണ്? 5 ഇൻറ്റു 2 0 8 810 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പോളിഷിങ്ങിന് വേണ്ടി വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹810. ഓക്കെ, ഇത്രയും റുപ്പീസാണ് ആ ഫ്ലോറ് പോളിഷ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന കോസ്റ്റ്. Therefore, the total cost of polishing the floor is equal to ₹810. Okay, 810 റുപ്പീസാണ്, അല്ലെങ്കിൽ 810 രൂപയാണ് ആകെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചോളൂ. നിങ്ങൾ 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വെച്ചാൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതിനകത്ത് മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ തന്നെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്.
ഏത് മെയിൽ ഐ ഡി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് നിങ്ങളൊരു മെയിൽ അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, ഏത് ഡൗട്ടും ഏത് നേരത്തും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറ് നമുക്ക് പോളിഷ് ചെയ്യണം. അവിടെ 3000 ടൈൽസ് ആണുള്ളത്. ഒരു ടൈലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റോംബസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3000 ടൈൽസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഫ്ലോറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്ലോറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അവിടെ തന്നിരിക്കുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് അവിടെ റോംബസ് ഷേപ്പിലുള്ള ഒരു ടൈലാണ്. അവിടെ അതിൻ്റെ ഡയഗണൽസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റോംബസ് ഷേപ്പിലുള്ള ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 3000 കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ 3000 ടൈൽസിൻ്റെ ഏരിയ കിട്ടും. 3000 ടൈൽസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൻ്റെ ഏരിയ ആണ്. അങ്ങനെ ഫ്ലോറിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡു 1 മീറ്റർ സ്ക്വയർ പോളിഷ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് കൊണ്ട് ഇൻഡു ചെയ്യുക. അതിവിടെ 4 ആണ്. ആ 4 കൊണ്ട് ഇൻഡു ചെയ്യുക. ഇവിടെ എന്തായിരുന്നു, സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചത്. പക്ഷേ പോളിഷ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയർ, പെർ മീറ്റർ സ്ക്വയറിന് 4 രൂപ എന്ന് പറഞ്ഞിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ഏരിയനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, 1 മീറ്റർ സ്ക്വയർ പോളിഷ് ചെയ്യാനായിട്ടുള്ള 4 രൂപ കൊണ്ട് അതിനെ ഇൻഡു ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വഴി കിട്ടുന്നതായിരിക്കും. ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് അടക്കം ഞാനിതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക്